ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സമ്മർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ 5 ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോണത് നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടിക്ക് ഉള്ളില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ മുടിക്ക് ഉള്ളു കൂടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ, ഇനി എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കിഡിലനായിട്ടുള്ളൊരു ഹെയർ പാക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ്. ഞാൻ ഈ ഒരു സ്പൂണിൽ 2 വലിയ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ അളവ് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടും ഒക്കെ എടുക്കാവുന്നതാണ്. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനും മുടിയുടെ വളർച്ച നന്നായിട്ട് കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പം ഞാനിവിടെ കുതിർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളമായാലും മതി. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കയാണ്. ഇതേ വലുപ്പത്തിലുള്ള 3 നെല്ലിക്ക എടുക്കാം കേട്ടോ. നെല്ലിക്കയിലും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നരയുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറ്റാനൊക്കെ ആയിട്ട് സഹായിക്കും. നെല്ലിക്ക ഇതേപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സബോളയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഈ സബോളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് കുതിർക്കാനായി വെച്ചിരിക്കുന്ന ഉലുവയും അതേപോലെ തന്നെ ആ മുഴുവനായിട്ടുള്ള കഞ്ഞിവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നെല്ലിക്കയും അതേപോലെ തന്നെ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഉലുവ ഇരിക്കും തോറും ഒരു കട്ടയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കുറച്ചധികം വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ബൗൾ വെക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണി വിരിക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. അരിക്കാതെ ഒരിക്കലും ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലോ ഒന്നും തേക്കരുത് കേട്ടോ. കാരണം ഇതിൽ ധാരാളമായിട്ട് ഇതിൻ്റെ പൊടിയും വേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റായിട്ട് തേക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് അത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുതായിട്ടൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഒട്ടിപ്പിടിക്കുന്നൊരു ഫീലാണുള്ളത്. ഈ ഒരു പാക്ക് മുഴുവനായിട്ട് അരച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഒന്ന് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ അരച്ചെടുക്കാനായിട്ട് പറയുന്നത്. ഇനി ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഡേ 3 നമ്മൾ കണ്ടത് നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് ഡേ 5 നമ്മുടെ മുടിക്ക് കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തെടുക്കാം. ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടാണ് ഇതേപോലെ നമ്മൾ ഓയിലും അതേപോലെ തന്നെ പാക്കും തേച്ച് കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേണം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഉലുവ നമ്മുടെ മുടിയിൽ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്തായാലും നമ്മൾ നമ്മുടെ മുടിയിൽ ഓയിൽ തേച്ച് കൊടുത്തേ മതിയാവും. അപ്പോൾ മുടിയുടെ ജടയൊക്കെ ആദ്യം തന്നെ നന്നായിട്ട് കളയുക. അതിനുശേഷം കുറച്ച് മാത്രം ഓയിൽ എടുത്തിട്ട് കയ്യിൽ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല എഫക്റ്റ് ആയിരിക്കും. കുറച്ച് ഓയിൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ സ്പ്ലിറ്റൻസൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നന്നായിട്ട് ഡീപ്പായിട്ട് നമുക്ക് ഇന്ന് ഓയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും ചെറുതായിട്ടൊന്ന് തൊട്ട് പരട്ടി കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ഈ ഒരു ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഒരു സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ടും തേച്ച് കൊടുക്കാം.
ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് കട്ടയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇതിൽ ചേർത്തിട്ടുള്ള ഉലുവ, അതേപോലെ തന്നെ നെല്ലിക്കയായാലും ഇനി സബോള ആയാലും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ, മുടിക്ക് നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ചിലർക്ക് മുടിയുടെ പകുതി വരെ നല്ല തിക്ക് ഉണ്ടാവും, പക്ഷേ മുടിയുടെ അറ്റത്തെത്തുമ്പോഴത്തേക്കും ആ തിക്നെസ് ഒക്കെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഈ ഒരു പാക്ക് ബെസ്റ്റാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ വളർച്ച നന്നായിട്ട് തന്നെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. നിങ്ങൾക്കിനി എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതേപോലെ തന്നെ മുടിക്ക് ഉള്ളു വെക്കുന്നില്ല, തിക്നെസ് നമ്മുടെ മുടിക്ക് കുറവാണെന്നുള്ളവർക്കാണെങ്കിലും ഈ ഒരു ഒറ്റ പാക്ക് കൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറച്ചിട്ട് നന്നായിട്ടും നമ്മുടെ മുടി തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണത്. നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 1 തവണ വെച്ചിട്ട് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അരമണിക്കൂറിലും കൂടുതലായിട്ട് ഇത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകിക്കളയാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും അതേപോലെ തന്നെ മുടി വേരോടെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേ നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നന്നായിട്ട് തന്നെ ഒരു ഉള്ളു വെച്ച ഫീൽ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ മുടിയുടെ ഇഴകൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിലും അതേപോലെ തന്നെ മുടിക്ക് ഉള്ളു കുറവാണ്, ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ടൊന്ന് കമൻറ്റും കൂടി. അടുത്ത വീഡിയോ ഇനി നമുക്ക് ഡേ 7 ആണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഡേ 6 ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളത്തിൽ വെറുതെ നമ്മുടെ മുടി ഒന്ന് കഴുകിക്കളയാം. അതിനുശേഷം മോർണിംഗ് ഹെയർ കെയർ റൂട്ടീനും അതേപോലെ തന്നെ നൈറ്റ് ഹെയർ കെയർ റൂട്ടീനും ചെയ്യാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.